ഹായ് ഫ്രണ്ട്സ്, ഡൽഹി ബൈക്ക് ടാക്സി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 9 ബുധനാഴ്ചയാണ്. ഞാനിപ്പോൾ ചാണക്യപുരിയിൽ നിന്ന് ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ സമയം രാവിലെ 9 വരെയായി. ഇന്ന് ഊബറിൽ ഇൻസെൻറ്റീവ് ഉണ്ട്. 20 റൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 250 രൂപ ഇൻസെൻറ്റീവ് എടുക്കാം. അതായത് മിനിമം 8 റൈഡ് ചെയ്യുവാണെങ്കിൽ 60 രൂപ, 10 റൈഡ് ചെയ്യുവാണെങ്കിൽ പ്ലസ് 30 രൂപ വീണ്ടും ആടാവും. അങ്ങനെ 20 റൈഡ് വരെ ചെയ്യുവാണെങ്കിൽ നമുക്ക് 250 രൂപ വരെ ഇൻസെൻറ്റീവ് കയറും. ഇപ്പം മോത്തി ബാഗിൽ നിന്ന് ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. അത് ചെറിയ റൈഡ്, 27 രൂപ റൈഡ്. 30 രൂപ 40 രൂപ റൈഡ്, ഇങ്ങനെയുള്ള റൈഡുകൾ എടുത്ത് നമുക്ക് ഇന്നത്തെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാം. സിഗ്നൽ ഓപ്പണായി. നമുക്ക് ഇവിടുന്ന് യൂട്ടാണ് എടുക്കേണ്ടത്. മോത്തി ബാഗിൽ നിന്ന് ചാണക്യപുരിക്ക് ഫസ്റ്റ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. इसी पे ഓക്കെ. അങ്ങനെ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു. 26 രൂപയാണ് ഈ ഒരു ട്രിപ്പിന് നമുക്ക് കിട്ടിയത്. 30 രൂപ ക്യാഷ് കളക്ട് ചെയ്തു. 26 രൂപ നമുക്ക് കിട്ടി 1.5 കിലോമീറ്ററിന്. ഇതേപോലുള്ള ചെറിയ ട്രിപ്പ് എടുത്ത് നമുക്ക് ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാം. ബാംഗ്ലൂർ ബൈക്ക് ടാക്സി ബാൻ ചെയ്തല്ലോ. ഡൽഹിയിൽ 2 വർഷം മുമ്പ് ഇതേപോലെ ബൈക്ക് ടാക്സി ബാൻ ചെയ്തതാണ്. ഇത് കണ്ടില്ല. ഇപ്പം ഈ ഒരു പാസഞ്ചറിന് തന്നെ അവിടുന്ന് ഇവിടെ വരെ വരണമെങ്കിൽ ഓട്ടോയ്ക്ക് എങ്ങനെയായാലും ഇമാർ 60 രൂപ മേടിക്കും. ഓട്ടോയ്ക്ക് എങ്ങനെയായാലും 50 രൂപ 60 രൂപ മേടിക്കും ഇത് ഈ ഒരു 1.5 കിലോമീറ്റർ ട്രിപ്പിന്. അതേസമയം 30 രൂപയ്ക്ക് ബൈക്കിന് പെട്ടെന്നെത്തി. അപ്പോൾ ഇതുപോലുള്ള പാസഞ്ചേഴ്സിന് ഭയങ്കര ഉപകാരപ്രദമാണ് ഈ ബൈക്ക് ടാക്സി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ കണ്ടില്ല ബൈക്ക് ടാക്സി ബാൻ ചെയ്തെന്ന് പറഞ്ഞാൽ കോടതി പറഞ്ഞിരിക്കുന്നത് സർക്കാർ ഒരു ഉത്തരവ് ഇറക്കുന്നിടം വരെ ഓടിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു 2 വർഷം മുമ്പ് ഡൽഹിയിൽ ഇതുപോലെ ഹൈക്കോടതി ഉത്തരവിട്ടതാണ്. സർക്കാരിനോട് പറഞ്ഞത് പുതിയ നിയമം ഉണ്ടാക്ക്, അലൗ ചെയ്യുകയാണെങ്കിൽ അലൗ ചെയ്യുക, അല്ലെങ്കിൽ ബന്ദ് ചെയ്യാനും പറഞ്ഞിട്ട്. അന്ന് ഈ മീഡിയക്കാരൊക്കെ പാസഞ്ചേഴ്സുമായിട്ടൊക്കെ ഒത്തിരി പേരോട് ഇതുപോലെ പബ്ലിക് ഒപ്പീനിയൻ എടുത്തപ്പം എല്ലാവരും പറയുന്നത് ഇത് നല്ല സർവീസാണ്. കാരണം രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. സമയത്തിന് ഓഫീസിലെത്തണമെങ്കിൽ റേറ്റും കുറവ്, പെട്ടെന്ന് എത്തുകയും ചെയ്യും. ഓട്ടോയിലോ കാറിലോ പോകുന്നതിനേക്കാളും പെട്ടെന്ന് ബൈക്കിലെത്തും. അത് ചെറിയ ട്രിപ്പാണെങ്കിലും ലോങ് ട്രിപ്പാണെങ്കിലും. ഈ ഡൽഹിയിലെ ബാംഗ്ലൂരിലെയൊക്കെ ട്രാഫിക് ജാം വെച്ച് സിംഗിളായിട്ട് പോകുന്ന പാസഞ്ചേഴ്സിന് ഏറ്റവും ഉപകാരപ്രദം ബൈക്ക് ടാക്സി തന്നെയാണ്. ഇപ്പം ഡൽഹിയിലാണെങ്കിൽ DMRC ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ തന്നെ പുതിയ കുറേ സ്റ്റേഷനുകളിൽ ബൈക്ക് ടാക്സി സർവീസ് ഏർപ്പെടുത്തി. കാരണം മെട്രോയിൽ വന്നിറങ്ങുന്ന ആളുകൾക്ക് ചെറിയ ദൂരത്തിലേക്ക് 3 കിലോമീറ്റർ ചുറ്റളവിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ബൈക്ക് ടാക്സി സർവീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇലക്ട്രിക് വണ്ടി. ലേഡീസ് ഓടിക്കുന്ന വണ്ടി തന്നെ ചൂസ് ചെയ്യാൻ പറ്റും. കൂടുതൽ സ്റ്റേഷനിലേക്ക് ഇവർ ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇനിയിപ്പോൾ ഫ്യൂച്ചറിലേക്ക് ഇവർ എല്ലാ സ്റ്റേഷനിലും ഈ ഒരു ബൈക്ക് ടാക്സി സർവീസ് പ്രൊവൈഡ് ചെയ്യും. DMRC തന്നെ. DMRCയുടെ ഫീഡർ ബസ് ഇല്ലേ, അതേപോലെ. ഡൽഹിയിലും പുതിയ റൂൾ വരും. പക്ഷേ ഓൾ ഇന്ത്യ ലെവലിലും റൂൾ വരും. പക്ഷേ മിക്കവാറും ഇലക്ട്രിക് വണ്ടിയെ
അനുവദിക്കത്തുള്ളെന്നാണ് തോന്നുന്നത്. ഡൽഹിയിൽ പെട്രോൾ 2 വീലേഴ്സ് ബാൻ ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ന്യൂസ് കണ്ടായിരുന്നു. ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞതായിട്ട് ന്യൂസ് കണ്ടു. കാരണം ഡൽഹിയിൽ ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന 1 കോടിയോളം വണ്ടിയുണ്ട് 2 വീലേഴ്സ് തന്നെ. പിന്നെ അതുകൂടാതെ ഡെലിവറിക്കും ബൈക്ക് ടാക്സിക്കും ഒക്കെ വേണ്ടി പുറത്തുനിന്ന് വരുന്ന വണ്ടികളുമുണ്ട്. അപ്പം ഇത്രയും വണ്ടികളുടെ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടി പുതിയ രജിസ്ട്രേഷൻ പെട്രോൾ വണ്ടിക്ക് കൊടുക്കത്തില്ല എന്ന് പറയുന്നത്. ഭാവിയിൽ പുതിയ പുതിയ റൂളുകൾ വരും. ഡൽഹിയിലെ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 1.5 പൊല്യൂഷനാണ്. ഇവിടുന്ന് നമുക്ക് മോത്തിബാഗിൽ നിന്ന് നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് മാൾവ്യ നഗറിലേക്ക്. 9.8 കിലോമീറ്റർ ഉണ്ട്. 77 രൂപയാണ് ഈ ഒരു ട്രിപ്പിന് കാണിക്കുന്നത്. ഇതിനുള്ളിലാണല്ലോ. ആശിഷ് വിദ്യാർത്ഥിയുടെ ട്രിപ്പാണ് നെക്സ്റ്റ്. $7947. यही कटेगी. അങ്ങനെ ഇപ്പോൾ സമയം 5 മണിയായി. രാവിലെ ഞാൻ 4 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. 2 മണിക്കൂർ കൊണ്ട് പശു രണ്ട് മണിക്കൂർ കൊണ്ട് 216 രൂപയ്ക്ക് ഓടിയിട്ട് ഇപ്പോൾ 5 മണിക്ക് വീണ്ടും ഇറങ്ങി. ഇപ്പോൾ നമുക്ക് നേപ്സറായിൽ നിന്ന് മാൾവ്യ എന്ന് പറഞ്ഞൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ഈ പാസഞ്ചർ കുറേ നേരം കൊണ്ട് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. നമ്മൾ ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ദൂരെയാണെങ്കിൽ ക്യാൻസൽ ചെയ്യും. 2-3 വട്ടം എനിക്ക് വന്നു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും അക്സെപ്റ്റ് ചെയ്തപ്പോൾ ജൽദി ആജോ ഭയ്യ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ജൽദി ആജോ എന്ന് പറഞ്ഞ് തെറുതി വെക്കും. എന്നിട്ട് നമ്മൾ ലൊക്കേഷൻ എത്തിക്കഴിയുമ്പോൾ പിന്നെ 5 മിനിറ്റ് അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അതാണ് മിക്കയിടത്തെ അവസ്ഥ. ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ പാസഞ്ചർ. बैठी बैठी यहीं पे है ना.
अंदर जाना है क्या? हाँ हाँ 56 56 ഓക്കെ. അങ്ങനെ ഇന്ന് നമ്മൾ ഊബറിൽ 5 ട്രിപ്പാണ് കംപ്ലീറ്റ് ചെയ്തത്. 3 മണിക്കൂർ കൊണ്ട് 320 രൂപയൊക്കെയാണ് നമ്മളിന്ന് ഓടിയത്. ഇനിയിപ്പം ഇന്നത്തെ ഇനി ഇൻസെൻറ്റീവ് എടുക്കാൻ പറ്റില്ല, ഇനി ഓടുന്നില്ല. വേറെ കുറച്ച് പരിപാടികളുള്ളതുകൊണ്ട് ഇനി ഓടുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.